ഹായ്. അപ്പോൾ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണ്. ട്രിവാൻഡ്രത്തുള്ള ഒരു ഇൻഫ്ലുവൻസർ, ഒരു ഗേൾ, ഒരു പെൺകുട്ടി, 18 വയസ്സ്. 18 വയസ്സെന്ന് പറയാനുള്ള കാര്യമുണ്ട്, അത് പറയാം. ആത്മഹത്യ ചെയ്യാനുള്ള കാര്യങ്ങളായിട്ട് പറഞ്ഞത് സോഷ്യൽ മീഡിയ ബുള്ളിങ് ആണെന്നുള്ളതാണ്. ഈ സോഷ്യൽ മീഡിയ ബുള്ളിങ് എന്ന് പറഞ്ഞിട്ട് ഒത്തിരി ആൾക്കാർ സോഷ്യൽ മീഡിയ ഈ ഫേക്ക് ഐഡികളെയൊക്കെ ഉപദേശിക്കുന്നുണ്ടല്ലോ, ഒത്തിരി ഫേക്ക് ഐഡികളെ തെറി പറയുന്നുണ്ട്. ഈ ബുള്ളിങ്, ഈ സോഷ്യൽ മീഡിയ കാരണമാണ് ആ കുട്ടി മരിച്ചത്, കുറെ ആൾക്കാരുടെ കുറ്റപ്പെടുത്തൽ, പരിഹാസങ്ങൾ, ഇതൊക്കെ നമ്മൾ ഇന്ന് ദിനംപ്രതി എല്ലാ ആൾക്കാരുടെയും ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർക്ക് നേരിടേണ്ടി വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അത് രാഷ്ട്രീയക്കാർക്കുണ്ട്, സിനിമാ നടന്മാർക്കുണ്ട്, നടിമാർക്കുണ്ട്. എല്ലാ ആൾക്കാരും ഈ സോഷ്യൽ മീഡിയ ബുള്ളിങ്ങിൻ്റെ ഇരയാണെന്ന്. കൂടുതലും ഈ ഫേക്ക് ഐഡികളിൽ വരുന്ന ആൾക്കാരാണ് ഇതിന് ഈ ഒരു സാഡിസം എന്ന് പറഞ്ഞൊരവസ്ഥയുണ്ട്. അത് വെച്ചിട്ട് ആൾക്കാർ ഒരു കാരണമില്ലാണ്ട് പല ആൾക്കാരും ചീത്ത പറയുന്നുണ്ട്. പിന്നെ ജെന്യുവനായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, കുറ്റപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഇരകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒത്തിരി ആൾക്കാർ. അപ്പോൾ ഇതിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ആത്മഹത്യ ചെയ്ത ആൾക്കാർ ഒത്തിരി പേരുണ്ട്. സോഷ്യൽ മീഡിയ ബുള്ളിങ്ങിൻ്റെ ആത്മഹത്യകൾ ഒത്തിരി കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യം പറഞ്ഞിരുന്നത് വെച്ചത് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണമാണെന്നാണ് പറഞ്ഞിരുന്നത് വെച്ചത്. പക്ഷേ അതല്ല, അതിൻ്റെ കാരണം വേറെയാണ് എന്ന് സംശയം പ്രകടിപ്പിച്ചത് പെൺകുട്ടിയുടെ വീട്ടുകാർ തന്നെയാണ്. എസ്പെഷ്യലി പെൺകുട്ടിയുടെ അനിയൻ്റെ മൊഴിയാണ് ഇതിനകത്ത് മെയിനായിട്ട് വന്നിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ വീഡിയോസും റീൽസും ഒക്കെ അടുത്തിടെ വരെ സജീവമായിരുന്ന +2കാരി പ്രായപൂർത്തിയാകും മുൻപ് സുഹൃത്ത് പീഡിപ്പിച്ചെന്ന് വ്യക്തം. പുറത്തു പറയാൻ കഴിയാത്ത പല രഹസ്യങ്ങളും ആ ആത്മഹത്യയിൽ ഉണ്ട്. ബിനോയിയുടെ ഫോണിൽ തെളിവുകൾ. ബിനോയ് എന്ന് പറയുന്നതാണ് ഈ ആൺ സുഹൃത്ത്. ബിനോയിയുടെ ഫോണിൽ തെളിവുകൾ. പോക്സോ കേസായി. അതായത് 18 വയസ്സിന് മുന്നേ നടന്ന പീഡനങ്ങളെന്ന് പറയുന്നത് പോക്സോയിലാണ് ഉൾപ്പെടുത്തുന്നത്. ഇപ്പോൾ പെൺകുട്ടിക്ക് 18 വയസ്സായിട്ടുണ്ട്, പക്ഷെ അതിന് മുന്നേ പീഡനങ്ങൾ നടന്നു, പല സ്ഥലങ്ങളിലും വെച്ച് പീഡനങ്ങൾ നടന്നു എന്നുള്ളതാണ് അതിൻ്റെ വാർത്തകൾ വന്നിരിക്കുന്നത്. അതായത് പെൺകുട്ടിയുടെയും ബിനോയിയുടെയും ഫോൺ കോളുകൾ, ഫോൺ ലിസ്റ്റുകൾ എല്ലാം വിശദമായി പരിശോധിക്കും. പുറത്തു പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ആ ഫോൺ ഡേറ്റാസിലുണ്ട്. പല ഡിലീറ്റഡ് ആയി പോയതും എല്ലാം തിരിച്ച് റിക്കവർ ചെയ്യുന്നുണ്ട്. പെൺകുട്ടി പഠിച്ച സ്കൂളുകളിലും സ്ഥലങ്ങളിലും പല മാഫിയ സംഘങ്ങളുണ്ട്. പക്ഷേ പോലീസ് അതിലേക്ക് അന്വേഷണം കൊണ്ടുപോയിട്ടില്ല. അതിൻ്റെ ആവശ്യം ഇവിടെ നിലവിലില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. പൂജപ്പുര പോലീസാണ് ബിനോയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജൂൺ 10-നാണ് പെൺകുട്ടി വീട്ടിൽ തന്നെയാണ് ആത്മഹത്യ ചെയ്തത്, ആത്മഹത്യക്ക് ശ്രമിച്ചത്. പക്ഷേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 5-6 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നതിന് ശേഷമാണ് ആൾ മരിച്ചിരിക്കുന്നത്. നിരവധി തവണ പീഡിപ്പിച്ചെന്നുള്ള പരാതികൾ വേറെ വരുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ ആദ്യമേ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ബുള്ളിങ് ആണെന്ന് പറഞ്ഞുകൊണ്ട് രജിസ്റ്റർ ചെയ്ത FIR-നകത്ത് കുറേ ഡേറ്റാസ് ഇല്ലായിരുന്നു. അതിനുശേഷം ഈ പറഞ്ഞ പ്രതിയെ, ബിനോയ് എന്ന് പറഞ്ഞ ആളെയും കൂടി ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷമാണ് കൂടുതൽ ഡേറ്റാസ് ഈ കേസിൻ്റെതായ ഭാഗമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ പെൺകുട്ടിയുടെ സോഷ്യൽ മീഡിയ വരുമാനമൊക്കെ സൂക്ഷിച്ചിരുന്നത് ഈ ബിനോയ് എന്ന് പറഞ്ഞ ആളാണെന്നുള്ളതും ഇതിനകത്ത് പറയുന്നുണ്ട്. വരുമാനത്തിൻ്റെ പേരിൽ ഈ പുള്ളി അവരെ ഭീഷണിപ്പെടുത്തുകയോ എന്തൊക്കെയോ കാര്യങ്ങൾ വേറെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് ഫോട്ടോസോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഭീഷണിപ്പെടുത്തിയെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി ആൾക്കാർ ഇതിനകത്ത് കമൻറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഒരു പ്രാവശ്യമല്ല 2-3 വട്ടമൊക്കെ പീഡിപ്പിക്കുമ്പോൾ സമ്മതത്തോടു കൂടിയാണ്. അപ്പോൾ ആൺകുട്ടീനെ മാത്രം പോരാ, പെൺകുട്ടിയുടെ ഭാഗത്തും തെറ്റുണ്ടെന്നൊക്കെ ഒത്തിരി ആൾക്കാർ ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട്. ഇതിനകത്ത് പറയാനുള്ള, ഞാൻ എന്തുകൊണ്ട് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഈ സംഭവങ്ങൾ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരാളെ പരിചയപ്പെടുന്നു. ഇപ്പോൾ നമുക്ക് ഒരു മുഖം പോലും അറിയാത്ത ഒരാളെ, അയാൾ ഇടുന്ന പോസ്റ്റുകൾ, അയാൾ കാണിക്കുന്ന ഈ എഡിറ്റഡ് ഐറ്റംസ് ആണ് കൂടുതലും ഈ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ഉള്ളത്. എല്ലാ ആൾക്കാരും എഡിറ്റ് ചെയ്ത ഐറ്റംസ് ആണ് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിൽ നമ്മളൊരാളെ അസസ് ചെയ്തു, അയാൾ ഇഷ്ടപ്പെടുന്നു, അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. അവസാനം ഇത് നമുക്ക് ഒന്ന് ഒഴിഞ്ഞു പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. ഇതാണ് കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിത് പറയാൻ കാര്യം, ഞാൻ നാട്ടിൽ വർക്ക് ചെയ്ത, ഇപ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഞാൻ സൈക്കാട്രി, ഡി-അഡിക്ഷൻ അതിലൊക്കെ കൂടുതലായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് നമുക്കറിയാം, മാനസികാരോഗ്യമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള കേസുകൾ, നമുക്ക് സമൂഹത്തിൻ്റെ ഒരു പ്രതിഫലനം എന്ന പോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഇതിൻ്റെതായ ഒത്തിരി കേസുകൾ വരാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഇതിപ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല, ഇതൊത്തിരി ഇവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഇത് മാത്രമൊന്നുമല്ല. ഇപ്പോൾ നമ്മളൊരു വൈറലായ ഒരു വാർത്തയായിരുന്നു മന്ത്രവാദത്തിൻ്റെ പേരിൽ മക്കളെ ബലി കൊടുക്കുന്നു, അല്ലെങ്കിൽ വൈഫിനെ ബലി കൊടുക്കുന്നു. അത് നമ്മൾ കണ്ടൊരു വാർത്തയാണ്. സ്ത്രീധനത്തിൻ്റെ പേരിൽ ക്രൂശിക്കപ്പെടുന്നു, അല്ലെങ്കിൽ സ്ത്രീധനം പറഞ്ഞ് ആത്മഹത്യയിലേക്ക് നയിക്കുന്നു, അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നു, കൊല്ലുന്നു, മദ്യപാനം, സംശയരോഗം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം ഫാമിലിനെ, കുട്ടിയെയും വൈഫിനെ അടക്കം കൊല്ലുന്ന കാഴ്ചകൾ, ഇതൊക്കെ ഇവിടെ ഡെയിലി നടക്കുന്നുണ്ട്. ഇത് വൈറലാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ന്യൂസ് വൈറലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാരുടെ മൈൻഡ് അതിലേക്ക് കൺവേർട്ട് ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഇതേപോലെ ഇത് അസോസിയേറ്റഡ് ആയിട്ടുള്ള, ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒത്തിരി ന്യൂസുകൾ സുലഭമാണ്, അത് ഇവർ കൊണ്ടുപോയി വീണ്ടും എടുക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും, അപ്പോൾ ഇത്ര നാളേക്ക് ഇത് നടക്കുന്നില്ലായിരുന്നു വിചാരിക്കും. നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് അവർ വാർത്തയാക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രെൻഡിൻ്റെ പുറകെ പോവുക എന്നുള്ളതാണ് മാധ്യമങ്ങളും ചെയ്തിരിക്കുന്നത്. അവർക്ക് ഇതിന് റീച്ച് ഉണ്ടാക്കുക, വരുമാനം മേടിക്കുക, ഇത് തന്നെയാണ് ഇതിൻ്റെ എല്ലാ ആൾക്കാരും. ഇപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പ്രേക്ഷകർ എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ പുറകെ പോവുക. ഇപ്പം നമ്മൾ ഇത് ഇപ്പോൾ ഭക്ഷണം, ഇപ്പോൾ ഫുഡ് പോയിസൺ, ചില ഹോട്ടലുകളിൽ കേടായ ഭക്ഷണം വിൽക്കുന്നു, മരിക്കുന്നു, കുറച്ച് ദിവസത്തേക്ക് ആ വാർത്തയായിരിക്കും. ഇത് നമ്മൾ സ്ഥിരം കാണുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ എല്ലായിടത്തും നടക്കുന്നുണ്ട്.
ഈ ഇപ്പോഴും നമ്മൾ ഈ വാർത്ത പറയുമ്പോഴും ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ ആൾക്കാരെ പറ്റിക്കുന്നുണ്ട്, സ്ത്രീകളെ പീഡിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പറയാൻ ആഗ്രഹിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഞാൻ കുറച്ച് വർഷം മുന്നേ ഒരു കന്യാസ്ത്രീയുടെ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുകയാണ്, മാനസികമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് പുള്ളിക്കാരത്തെ പറഞ്ഞൊരു പോയിന്റുണ്ട്. അപ്പോൾ എങ്ങനെയാണ്, അപ്പോൾ ഇനി ചതിക്കുഴികൾ, സോഷ്യൽ മീഡിയയിലെ ചതിക്കുഴികളെ പറ്റിയൊക്കെ അന്ന് ഒരു 2012 ആണ് തോന്നുന്നു, അപ്പോൾ ക്ലാസ് എടുത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് ഇത്രയൊന്നും ഒരു വലിയൊരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഇങ്ങനെ വലിയ രീതിയിലൊന്നും ഇങ്ങനെയുള്ള വാർത്തകളുമായിട്ടില്ല, ഇങ്ങനെയുള്ള വലിയ കേസുകളുമായിട്ടില്ല. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ വലിയൊരു സ്ട്രീമിംഗ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ മേഖല എന്ന് പറയുന്നത്. ഒത്തിരി ആൾക്കാർ മൊബൈൽ എടുത്തു ഇതിലേക്ക് ഇറങ്ങി, ഇത് തന്നെയാണ്. അപ്പം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നതും തട്ടിപ്പുകൾക്ക് ഇരയാകുന്നതും പീഡനത്തിന് ഇരയാകുന്നതും ഇതെല്ലാം നടക്കുന്നുണ്ട്. ഇത് രണ്ട് ഓപ്പോസിറ്റും ഉണ്ട് കേട്ടോ. ഇപ്പൊ പെണ്ണിന്റെ ഭാഗത്തു നിന്നാണ് നമ്മളിപ്പോൾ സംസാരിക്കണമെങ്കിൽ ഇപ്പോൾ ഒരു ആൺപിള്ളേരെ ഇതേപോലെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് ഈ പ്രിവിലേജ് ഉണ്ടല്ലോ, ലേഡീസിന് എന്ത് പറഞ്ഞാലും പ്രിവിലേജ് ഉണ്ട്. ലേഡീസ് പറയുന്ന മൊഴികൾക്കാണ് കുറച്ചും കൂടി വാല്യൂ കൊടുക്കണം നമ്മുടെ ഒരു സിസ്റ്റം. അപ്പൊ ആ പേരിൽ അത് ചൂഷണം ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, അതിന്റെയും വാർത്തകൾ നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഇത് പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നത് അന്ന് ആ സിസ്റ്ററിന്റെ ട്രെയിനിങ്ങിൽ സിസ്റ്റർ പറഞ്ഞൊരു പോയിന്റുകളുണ്ട്. അതായത് ഒരു പെൺകുട്ടിയെ വളക്കാൻ വളരെ ഈസിയാണ്, കുറച്ച് മാനിപ്പുലേഷൻ, കുറച്ച് കണ്ണി പൊടിയിടുന്ന പരിപാടിയുണ്ട്. അതായത് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞൊരു വാക്കാണ് പുള്ളിക്കാരത്തി അവിടെ ഉപയോഗിച്ചത്. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അളവുകൾ കാണിക്കുക. അതായത് ഒരു പെണ്ണ് ഒരാണിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് അവന്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, അവൻ ഉപയോഗിക്കുന്ന വാഹനം, ഓക്കെ, അവൻ ഉപയോഗിക്കുന്ന വാച്ച്, അവൻ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, അവന്റെ ഡ്രസ്സിങ്, ഷൂസ്, അവന്റെ മാല, ഇങ്ങനെയുള്ള ക്വാണ്ടിറ്റി. അതായത് ഒരു കാര്യങ്ങൾ മാത്രമല്ല, ഒരു കാർ മാത്രമായിരിക്കില്ല, ഇങ്ങനെ പല പല കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് ഒരു പെണ്ണ് ഒരാളുടെ അടുത്ത് വീഴണത്. ഓക്കെ, മറിച്ച് ഒരു പെണ്ണിൽ കാണുന്ന ക്വാളിറ്റി, ഒരു ഐറ്റം എന്ന് പറയുന്നത് ക്വാളിറ്റിയാണ്. ഇപ്പോൾ ഈ ലാലേട്ടൻ നമ്മുടെ ദേവാസുരത്തിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ക്യാരക്ടർ എന്ന് പറഞ്ഞാണ് പുള്ളി ആ ഒരു ക്വാളിറ്റീനെ ആ സിനിമയ്ക്കകത്ത് അഡ്രസ് ചെയ്യുന്നത്. അതായത് രേവതി ഇങ്ങനെ ചിലങ്കയെടുത്ത് എറിഞ്ഞു, ഇനി ഒരിക്കലും നൃത്തം ചവിട്ടില്ല എന്ന് പറയുന്നു. ഇവർ വീണ്ടും കൺവിൻസ് ചെയ്യാൻ വേണ്ടി അവിടെ ചെല്ലുന്നു. അപ്പോൾ സാധാരണ മോഹൻലാലിന്റെ കഥാപാത്രം കണ്ടിരിക്കുന്ന സ്ത്രീകളെന്ന് പറഞ്ഞാൽ പുള്ളി ഒന്ന് പിണങ്ങി അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോഴൊക്കെ പുള്ളിയുടേതായ ഒരു പൗരുഷത്തിന്റെ ഒരു ഇതിൽ വഴങ്ങും, അല്ലെങ്കിൽ പുള്ളി പറയണത് കേൾക്കുന്നതാണ്. ഇതങ്ങനെയല്ല. രേവതിയുടെ കഥാപാത്രം നീ എത്രയൊക്കെ നിർബന്ധിച്ചാലും ഞാൻ ഇനി നൃത്തം ചെയ്യില്ല എന്ന് പറഞ്ഞ് അട്ടി ഓടിച്ച് വിടുമ്പോഴാണ് മോഹൻലാൽ അവിടെ പറയുന്ന ഡയലോഗുണ്ട്, അതാണ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആണുങ്ങൾ കൂടുതലും പെണ്ണുങ്ങളിൽ ശ്രദ്ധിക്കുന്നത്, അട്രാക്റ്റ് ആകുന്നത് ആ ഒരു ക്യാരക്ടറിലാണ്, ജെനുവിനായിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സിസ്റ്റർ എന്ന് പറഞ്ഞു വെച്ചത്. ഞാനിത് പറയുമായിരുന്നു, ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഈ കാണുന്ന മുഖമില്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. ഈ മുഖം പോലും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്കറിയാം, മുഖം പോലും നമുക്ക് വേറെ രീതിക്ക് ഇറക്കാം. നമ്മുടെ ഒറിജിനൽ ഫേസ് ഒന്നും ആവണമെന്നില്ല. ഒറിജിനൽ ആണ് നമ്മുടെ ഒരു രൂപം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്കറിയാലോ. കളർ കൂട്ടാനും കുറയ്ക്കാനുള്ള പരിപാടിയുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ആലോചിച്ചത്. ഇപ്പൊ ഇന്ന് ഞാനൊരു വാർത്ത ഉണ്ട്, നമ്മുടെ മീശക്കാരൻ വിനീതുണ്ടല്ലോ, ഉണ്ണിമുകുന്ദൻ, പുള്ളി വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. വീണ്ടും നവരസങ്ങളായിട്ട് അവൻ തെരുവിൽ ഇറങ്ങിയിട്ടുണ്ട്. അവന്റെ കേസ് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവനെ ഒന്ന് പോലീസ് പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും അവന്റെ രൂപവും കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അവൻ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയാണ് അഗ്ലീസ് മറ്റേ ആപ്പ് വെച്ചിട്ട് അവന്റെ ഫേസ് ഒക്കെ ക്ലിയർ ചെയ്ത് എടുത്തുന്നുള്ളതൊക്കെ എല്ലാവരും കണ്ടതാണ്. അപ്പൊ അതുവഴി പുള്ളി ഒത്തിരി പേരെ പറ്റിച്ചിട്ടുണ്ട്, കുറെ പണം തട്ടിയിട്ടുണ്ട്, പെണ്ണുങ്ങളെ പീഡിപ്പിച്ച പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനെയാണ് അവൻ അകത്ത് പോണത്. ആള് തിരിച്ചു വന്ന് വീണ്ടും അത് തന്നെ ചെയ്തു. അതായത് ഇങ്ങനെയാണ് പുള്ളി ജെന്യുവിനായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജീവിതമാണ്. ആ പുള്ളി വീണ്ടും അത് തന്നെയാണ് കാണിക്കാൻ പോകുന്നത്. അവൻ ഇനി പുറത്തിറങ്ങി എത്ര നടന്നാലും അവനൊരിക്കലും നേരാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അവന്റെ ഒരു വീഡിയോ ഇതിനകത്ത് വന്നിട്ടുണ്ട്, ഞാൻ ഇന്നത് കണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആൾക്കാരെയൊക്കെ ഒത്തിരി പറ്റിക്കുക. നമ്മൾ കാണുന്ന ആൾക്കാരും ഇപ്പൊ ഇതിന്റെ ഒത്തിരി ട്രോളുകൾ വരുന്നുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ വോയിസിലൂടെയൊക്കെ പരിചയപ്പെട്ടു. നല്ല വോയിസ് തന്നെ മോഡുലേറ്റ് ചെയ്യാനുള്ള എത്രയോ കാര്യങ്ങളുണ്ട്. നല്ല ഈ ആർജകൾ സംസാരിക്കുന്ന പോലെയൊക്കെ വോയിസ് നമുക്ക് ഇങ്ങനെ കൺട്രോൾഡ് ആയിട്ടൊക്കെ ഇങ്ങനെ ബ്രീത്ത് പോലെയൊക്കെ വോയിസ് കൊണ്ടുപോയിട്ട് അട്രാക്ട് ചെയ്യിക്കാനുള്ള ഒത്തിരി പരിപാടികളുണ്ട്. അപ്പോൾ അത് കണ്ട് അതിനുശേഷം നമ്മൾ നേരിട്ട് കാണാമെന്ന് ചെല്ലുമ്പോഴാണ് പെട്ടുപോകുന്നത്. ഓക്കെ, നമ്മൾ വിചാരിക്കുന്ന ആളുടെ രൂപമോ സംസാരമൊന്നും ആയിരിക്കില്ല നേരിട്ട് കാണുമ്പോൾ. അപ്പം ഇങ്ങനെ ചീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഒത്തിരി. ഇതൊക്കെ ഒത്തിരി ആൾക്കാർക്ക് അറിയാം, ബട്ട് സ്റ്റിൽ അതിനകത്തേക്ക് പോയി ചാടുന്നുണ്ട് ഒത്തിരി പിള്ളേർ. അപ്പം ഇതിനകത്തേക്ക് പോയി ചാടുന്ന ഈ പിള്ളേരുടെ ഒരു മനസ്സിൽ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കാണിക്കണ ഈ മായാലോകത്തിന്റെ അതിൽ വീണുപോകുന്നതാണ്. ഇതിൽ ഒരു പരിധി വരെ വേണമെങ്കിൽ 2-3 കാര്യങ്ങൾ എനിക്ക് മനസ്സിലായ കാര്യം, ഞാൻ റാൻഡമായിട്ടാണ് ഇത് പറയുന്നത്. ഞാൻ ഒരിക്കലും ഇതിന്റെ ബേസിക് തെളിവുകൾ വെച്ചിട്ടല്ല പറയുന്നത്. ഈ ബേസിക് തെളിവുകൾ വെച്ച് പറയുന്ന പോലെ ഒന്നും അല്ല ഈ സമൂഹം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റാൻഡമായിട്ടാണ് അതിനെപ്പറ്റി പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ കോഴിക്കോട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത്രയും വാർത്തകൾ, ഇത്രയും കാര്യങ്ങൾ ഇപ്പോഴും നമ്മൾ ഈ വാർത്ത വായിക്കുമ്പോഴും നമ്മൾ വിചാരിക്കും ഈ ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമേ ഇന്ന് കേരളത്തിൽ നടന്നിട്ടുള്ളൂ, ഒരാളെ മാത്രമേ പീഡിപ്പിച്ചിട്ടുള്ളൂ, ഒരാളെ മാത്രമേ പോക്സോ കേസിലൊക്കെ വന്നിട്ടുള്ളൂ. അതൊന്നുമല്ല, ഇത് ഒത്തിരി നടക്കുന്നുണ്ട്. അങ്ങനെ പറയാനുള്ള ഏറ്റവും വ്യക്തമായ കാരണം, ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒത്തിരി കേസുകൾ നമുക്ക് അറ്റ് എ ടൈമിൽ വരുന്നുണ്ട്. ഈ പീഡിപ്പിക്കുക, അല്ലെങ്കിൽ വ്യാജ ഐഡിയ ഉണ്ടാക്കിയിട്ട് ഒരു പണം തട്ടുക, അല്ലെങ്കിൽ കൊലപാതക ശ്രമം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതേ സമയത്ത് തന്നെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിൽ വരുമ്പോഴും നമ്മളൊരു വാർത്തയിൽ ഇത് കാണാറില്ല. വാർത്തയിൽ കാണാറില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്, വാർത്തകൾ വരുന്നുമില്ല. ഓക്കെ, മനസ്സിലായി. അപ്പൊ ഈ സംഭവങ്ങൾ നടക്കുന്നില്ല എന്നല്ല വിചാരിക്കുന്നത്. വാർത്തകൾ വരുന്നതിലേക്ക് ഒരെണ്ണം വൈറലാകുമ്പോൾ കുറച്ചും കൂടി ആ ഒരു ട്രെൻഡിലേക്ക് വരുമ്പോൾ കുറച്ച് വാർത്തകൾ അതുമായിട്ട് കണക്ട് ആയിട്ട് വരുന്നതേ ഉള്ളൂ.
ഞാൻ കോഴിക്കോട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ രാവിലെ ബീച്ചിൽ ഓടാൻ പോകുന്ന പരിപാടിയാണ്. കോഴിക്കോട് ബീച്ചിൽ ഓടാൻ പോകുമ്പോൾ അവിടെ ചെന്ന് നിങ്ങൾക്ക് കാണാം ഈ യൂണിഫോം ഇട്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന പിള്ളേർ. എനിക്ക് തോന്നുന്നു ആ 7 മണി 6 മണിക്ക് സമയം എന്ന് പറയുന്നത് ഏകദേശം ട്യൂഷൻ ടൈം ആയിരിക്കണം. ആ സമയത്ത് സ്കൂൾ തുറക്കത്തില്ലല്ലോ. ആ സമയത്ത് കോഴിക്കോട് ബീച്ചിൽ വന്നിരുന്ന ഈ പിള്ളേരെ കാണിക്കുന്നത് എന്താണ് കാണിക്കുന്നത്? അപ്പൊ നമുക്കറിയാം, ഇതൊക്കെ കാണുമ്പോൾ അറിയാം ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഹോസ്പിറ്റലിലേക്ക് വരാനുള്ള കേസുകളാണ്. എല്ലാവരും അല്ല പറയണത്, ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ജെനുവിൻ ആയിട്ടുള്ള എത്രയോ സ്റ്റോറികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഫേക്ക് ഐഡിയിലൂടെ പരിചയപ്പെട്ടു, അതിനുശേഷം ഇതായി, ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിച്ചു, കാര്യങ്ങളൊക്കെ അറിഞ്ഞു, ഇഷ്ടപ്പെട്ടു, ഓക്കെയാണ്. ചില ആൾക്കാരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ എവിടെയാണ് ഇന്നത്തെ പെട്ടുപോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത്, ഒരാളുള്ള ഫേക്ക് ഐഡികൾ വെച്ചിട്ട്, ഫേക്ക് ഡേറ്റാസ് വെച്ചിട്ട് നമ്മൾ കൺവിൻസ് ചെയ്യുന്നു. അയാളുടെ ഇങ്ങനെയാണ് സാഹചര്യം, വീട് ഇങ്ങനെയാണ്, അയാളുടെ ഫാദറിന് ഇങ്ങനെയാണ് ജോലി, അയാൾക്ക് ഇങ്ങനെയാണ് ജോലി എന്നൊക്കെ പരിചയപ്പെടുന്നു. നമ്മൾ ഭയങ്കര ഡീപ്പ് റിലേഷൻഷിപ്പിലേക്ക് പോയതിനു ശേഷം പിന്നീടാണ് അറിയണത് ഇയാൾ ഇങ്ങനെയൊന്നും അല്ല, ഇത്രയൊക്കെ ഉള്ളൂ എന്ന് അറിയണത്. ഇയാൾക്കൊരു തേങ്ങയില്ലെന്ന് മനസ്സിലാണ്. ചില പെണ്ണുങ്ങൾ എന്ത് ചെയ്യും, വന്ന് പെട്ടുപോയതുകൊണ്ട് അത്ര നാളത്തെ ഒരു ബന്ധം കീപ്പ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഏകദേശം എല്ലാ കാര്യങ്ങളും എല്ലാം നടന്നിട്ടുണ്ടാവും, ഫിസിക്കൽ റിലേഷൻഷിപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഒരു ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് അതിലേക്ക് കൂടുന്നു. ചില ആണുങ്ങൾ എന്ത് ചെയ്യും, ആ സമയത്ത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. ചില പെണ്ണുങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ സമയത്ത് ഒഴിവാക്കാൻ നോക്കുന്നു. അപ്പോൾ ആ സമയത്തൊക്കെയാണ് ഈ ആസിഡ് ഒഴിക്കലും അല്ലെങ്കിൽ കൊലപാതകമൊക്കെ എന്ന് പറയുന്നത്. ചില ആണുങ്ങൾക്ക് ഇത് ഒഴിവാക്കി പോകുന്നത് ഇഷ്ടപ്പെടത്തില്ല, പെണ്ണുങ്ങൾ ഇവരെ ഇട്ടിട്ട് പോകുന്നത് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും, വീണ്ടും കൊലപാതക ശ്രമങ്ങളിലേക്ക് പോകുന്നു, കൊലപാതകം ചെയ്യുന്നു. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ നടന്നു പോകുന്നുണ്ട്. പിന്നെ ഇതൊരു പരിധി വരെ നമുക്ക് എങ്ങനെ തടയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ ആണുങ്ങളുണ്ട്. ഇപ്പോൾ പെണ്ണുങ്ങളുടെ കേസ് മാത്രം നമ്മൾ പറയുന്നത്, പെണ്ണുങ്ങളിപ്പോൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ കാരിയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഇത് ഏജന്റുമാരായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതേപോലെ ആണുങ്ങൾ, നമ്മൾ ഈ കാണുന്ന ഒത്തിരി നല്ല നല്ല വലിയ ഫാമിലീസിലുള്ള നല്ല ഹൈ സ്റ്റാൻഡേർഡിൽ നല്ല എഡ്യൂക്കേഷനിലൂടെ പോകുന്ന പിള്ളേർ പോലും ഇതിനകത്തേക്ക് പോയി പെട്ടുപോകുന്നുണ്ട്. അത് ഒന്നാമത്തെ കാരണം, ഇപ്പോൾ ഞാൻ കുറച്ച് വർഷം മുന്നേ ഫോർട്ട് കൊച്ചിയിലുള്ള ഒരു പയ്യനെ പരിചയപ്പെട്ടു. ഞങ്ങൾ ബാംഗ്ലൂർ പോകുന്ന ട്രിപ്പിൽ ട്രെയിനിൽ അവനുണ്ടായിരുന്നു. അപ്പോൾ പരിചയപ്പെട്ട് വന്ന സമയത്തൊക്കെയാണ്, നല്ല മിടുക്കനാണ്, പക്ഷെ അവൻ ഈ സാധനം ഉപയോഗിക്കുന്നുണ്ട്, കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞത്, പള്ളുരുത്തിക്കാരനാണ് പറഞ്ഞത്, പള്ളുരുത്തിയിലേക്ക് എല്ലാ സ്കൂളുകളിലും ഈ സാധനം അവൈലബിൾ ആണ്. നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല ഇതിനകത്തേക്ക് ഇത് ഉപയോഗിക്കാൻ തുടങ്ങുന്നത്, നമ്മൾ അറിയാണ്ട് ഒരു ഗ്രൂപ്പ് നമ്മളതിനകത്ത് പെടുത്തുന്നതാണ്, നമ്മൾ പോലും അറിയില്ല. പക്ഷെ നമ്മളിതൊക്കെ തിരിച്ചറിഞ്ഞ് വരുമ്പോൾ ഒരു സമയമാവും. ചില ആൾക്കാർ അതിൽ നിന്ന് രക്ഷപ്പെടും, ചില ആൾക്കാർ അതിനകത്ത് പെട്ടുപോകും. ഈ പറഞ്ഞ വ്യക്തി എൻ്റെ ഫ്രണ്ടിൻ്റെ ചേട്ടൻ കല്യാണം കഴിക്കാൻ നമ്മളെ പെണ്ണിൻ്റെ ആങ്ങളെയായിരുന്നു. അത് അതിന് ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം ഞാനും ആലോചിച്ചു, എൻ്റെ പൊന്നെ, ഇത് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ ഞാനോട് പറയത്തില്ലായിരുന്നു. കല്യാണത്തിന് ശേഷമാണ് ഞാൻ അറിയണത് ഇങ്ങനെയൊക്കെ സംഭവമാണെന്നുള്ളത്. അപ്പോൾ അവരും പറഞ്ഞു അതൊക്കെ അറിയാം, ഇപ്പോൾ സംഭവങ്ങൾ അറിയാം, ഭയങ്കര പ്രശ്നക്കാരാണ് ഇപ്പോൾ വീട്ടിലെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ പിള്ളേർ ഇതിനകത്തേക്ക് പോയി വീഴുന്നത് ഒരു വലിയ മാഫിയയോട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർ തന്നെ ഈ മാഫിയയിൽ പെട്ട ഒത്തിരി ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, ഞാൻ പറയണത് ജെന്യൂൻ ആണെന്ന് മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ടാവും, ഇത് ഇതുവരെയായിട്ടും കേൾക്കാത്ത ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അത് തന്നെയാണ്, ഇതൊരു വലിയ മാഫിയാണ്. ഇപ്പോൾ ഇത് പറഞ്ഞ പോലെയാണ്, നമ്മൾ ഈ മൃഗങ്ങൾ, പുലി, സിംഹം, ഇതൊക്കെ ഓരോ മാനുകളെ അല്ലെങ്കിൽ അവരുടെ ഇരകളെ, പോത്തുകളെയൊക്കെ വേട്ടയാടാൻ വേണ്ടി ഇരിക്കേണ്ട സമയമുണ്ട്. നമ്മളിങ്ങനെ കാണുമ്പോൾ, നമ്മളിപ്പോൾ ക്യാമറ, ഇപ്പോൾ ഈ ആനിമൽ പ്ലാനറ്റ് അല്ലെങ്കിൽ ഈ നാഷണൽ ജിയോഗ്രഫി പോലെ ചാനലുകൾ ഒരു ക്യാമറ ഇങ്ങനെ നമ്മളെ കാണിക്കും. അപ്പോൾ ഇങ്ങനെ പുലി കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത് കാണിക്കും. അതിനുശേഷം ഒന്നും അറിയാണ്ട് ഒരു മാൻ ഇങ്ങനെ പുല്ലും കറിച്ചൊക്കെ ഇങ്ങനെ വന്നിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ പുലിയുടെ ആ ഒരു ഫ്രെയിമിൽ ഓൾറെഡി ഇവനുണ്ട്. പുലി ഇവനെ എത്രയോ നേരമായിട്ട് ഇവൻ വരാൻ വേണ്ടി എല്ലാ തയ്യാറെടുപ്പും കൂടി അവിടെ ഇരിക്കുകയാണ്. മറ്റവൻ ഇങ്ങനെ ഒന്നും അറിയാണ്ട് വന്ന് അതിനകത്തേക്ക് കയറുവാണ്, ആ ഫ്രെയിമിലേക്ക് കയറുവാണ് ഈ മാൻ അല്ലെങ്കിൽ പോത്ത്. അവൻ ചിലപ്പോൾ പെട്ടെന്നായിരിക്കും കാണുന്നത് ഇവനെ, പക്ഷെ ഇവൻ എത്രയോ നേരമായിട്ട് ഇവനെ ഒബ്സർവ് ചെയ്തിട്ടിരിക്കുകയാണ്. മനസ്സിലായോ? അതായത് ഈ പിള്ളേർ, ഇപ്പൊ ഇന്നത്തെ കാലത്ത് ചെറിയ പിള്ളേരാണ് കൂടുതലും ഈ തിരിച്ചറിവാകാത്ത പ്രായത്തിലാണ് ഈ ലഹരിയിലേക്ക് പോയി പെടുന്നത്. ഈ പെടന്ന് പറഞ്ഞാൽ ഈ ലഹരിയുടെ മാഫിയകൾ ഇങ്ങനെ വല വിരിച്ചിരിക്കുകയാണ്. ഇന്ന് ആരാണ് വരുന്നത്, ഈ വരാൻ പോകുന്ന പയ്യന്മാരെ പറ്റിയൊക്കെ ഒത്തിരി ഡേറ്റാസ് ഇവർ കളക്ട് ചെയ്ത് അവനെ കൊണ്ടുവന്ന എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട്, അവനെ എങ്ങനെ കാരിയറായിട്ട് മാറ്റാം, അവരുടെ സാഹചര്യം എന്താണ്, അവൻ ഏതൊക്കെ ഡയലോഗുകൾ അടിച്ചു കഴിഞ്ഞാൽ അവൻ നമ്മുടെ കൂടെ നിൽക്കും. ഇങ്ങനെ നാളുകളായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഡേറ്റാസ് കളക്ട് ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ആ പയ്യനൊന്നും അറിയാണ്ടായിരിക്കും ഇതിനകത്തേക്ക് വന്ന് വീഴുന്നത്. ഒരു സുപ്രഭാതത്തിൽ, ചേട്ടൻ എൻ്റെ വിഷമങ്ങൾ കേൾക്കാൻ എൻ്റെ കൂടെ ഉണ്ടോ, ചേട്ടനെ പോലെ ആളെ ഞാൻ വേറെ കണ്ടിട്ടില്ല, ഉപയോഗിക്കുന്നത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നതല്ലേ, വേണമെങ്കിൽ കൺവിൻസ് ആകാൻ വേണ്ടി നിന്റെ കൂട്ടത്തിലുള്ള പെണ്ണുങ്ങൾ വരെ ഉപയോഗിക്കണം, പിന്നെയാണ് നിനക്കൊക്കെ ഇങ്ങനെയുള്ള പല പല വാക്കുകളൊക്കെ ഉപയോഗിച്ച് ഇത് തുടങ്ങിക്കഴിയുമ്പോൾ അറിയാമല്ലോ. ഇപ്പൊ നമ്മൾ കഞ്ചാവൊക്കെ ഔട്ട് ഓഫ് ഫാഷനായി. കഞ്ചാവൊന്നുമല്ല, കഞ്ചാവൊക്കെ ഏതോ ലെവലിൽ മാറിപ്പോയി. മദ്യമൊന്നും ഒന്നുമേ അല്ലാത്തൊരവസ്ഥയായി. അപ്പോൾ സിന്തറ്റിക് ആയിട്ടുള്ള MDMA പോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. അതായത് നമ്മളൊരു സാധനം ജസ്റ്റ് ഒന്ന് നാട്ടിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പോലും അതിന്റെ മെൽറ്റിംഗ് പവർ അത്രയാണ്. അത് പിന്നെ നമ്മുടെ സിരകളെയൊക്കെ അങ്ങോട്ട് ബാധിച്ച് നമ്മൾ പിന്നെ അഡിക്റ്റ് ആക്കുവാണ്. അതില്ലാത്തൊരവസ്ഥയിലേക്ക് നമുക്ക് പറ്റത്തില്ല എന്ന രീതിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചിട്ടിരിക്കുകയാണ് ഈ സംഭവങ്ങൾ. അപ്പോൾ നമുക്കിത് ഇതിനകത്ത് റിലീവ് ചെയ്യണമെന്ന് ചില ആൾക്കാർക്ക് ഉണ്ടാകും, പക്ഷെ അതൊന്നും നടക്കില്ല. കാര്യം ഈ സംഭവം നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളുടെ ഒരു റെക്കറൻറ്റ് എഫക്റ്റ് വേറെയാണ്. അതായത് ഇപ്പം നമ്മൾ ഉപയോഗിച്ചു, അതിൻ്റെ എഫക്റ്റ് കഴിഞ്ഞു, വീണ്ടും അത് അവിടെ തന്നെ സസ്റ്റെയിൻ ചെയ്യുവാണ്. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അത്
പൊങ്ങി വരുന്നു. അതാണ് ചില ആൾക്കാർ മൂഡ്, ചിലപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കണം, ചിലപ്പോൾ സാഡായിട്ടിരിക്കണം, വീണ്ടും ഹാപ്പി ആയിട്ടിരിക്കണം, വീണ്ടും അഗ്രസീവ് ദേഷ്യപ്പെടുന്നതും, ഇതൊക്കെ ഇതിന്റെ എഫക്റ്റ് അങ്ങനെ നിൽക്കുന്ന അത്രയും വലിയ സാധനങ്ങൾ ഇന്ന് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ധ്യാൻ ശ്രീനിവാസനൊക്കെ ഇതിനെ പറ്റി ഒരു കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ പിള്ളേരെ ഈ പ്രായത്തിലൊക്കെ പിള്ളേർ ഇതിനകത്തേക്ക് പോകുന്നതിൽ ഒരു പരിധിവരെ പാരന്റ്സിന്റെ ശ്രദ്ധ കുറവ് എന്ന് വേണേൽ നമുക്കൊരു പറയാം. പക്ഷെ എങ്കിൽ പോലും ഈ നമ്മുടെ സിസ്റ്റം, ഇതിനെയൊക്കെ തടയേണ്ട ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ഒരു ഗവൺമെന്റ്, ഒരു സെക്യൂരിറ്റി സിസ്റ്റം, അതൊക്കെ എത്രത്തോളം ഇതിനകത്ത് അവർക്ക് എന്ത് ചെയ്യാം എനിക്ക് തോന്നുന്നു. ഞാൻ പല പോലീസുകാരായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഇവർ ഒത്തിരി പിടിക്കുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതിന് വ്യക്തമായിട്ടൊരു നിയമ നടപടികളൊന്നും ഇവിടെ ഇല്ല. അത് തന്നെയാണ് ഇന്നത്തെ പ്രശ്നങ്ങൾ. പിന്നെ മെയിനായിട്ട് തൊഴിലില്ലായ്മ, അതൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള പിള്ളേരെ പോലും സേഫ് ആക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. പിന്നെ ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം കെയർ ചെയ്ത് വളർത്തിക്കൊണ്ടുവരുന്ന മക്കളാണെങ്കിൽ പോലും ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അവന്റെ ലോകം വേറെയാണ്, അവൻ പറയുന്ന കാര്യങ്ങൾ വേറെയാണ്, അവന്റെ ചിന്താഗതികൾ വേറെയാണ്, സംസാരിക്കുന്ന ലെവൽ, മൂഡ് എല്ലാം വേറെയാണ്. നമ്മൾ മര്യാദക്കും നോക്കിയും കണ്ടും അവന് വേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമ്മളെ തട്ടും. ആ സമയത്ത് ചെയ്യാൻ പറ്റിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് എടുക്കുക, കൗൺസിലിംഗ് കൊടുക്കുക, ഇതൊക്കെ തന്നെയാണ് ഇന്ന് ചെയ്യാനുള്ളത്. പിന്നെ അല്ലാണ്ട് ഇതിനകത്തൊരു സേഫ് സോൺ എന്ന് പറഞ്ഞാൽ എനിക്കൊരു മനസ്സിലായ ഒരു കാര്യം, ഇപ്പൊ പിള്ളേരൊക്കെ ചെറിയ പ്രായത്തിൽ വലുതാകുമ്പോഴേ അവർക്ക് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. അവരെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തെടുത്ത് അവർ ആ റൂട്ടിലേക്ക് നമ്മൾ അവരെ സ്റ്റിക്ക് ഓൺ ചെയ്യിച്ചു വിടുക. ഇപ്പോൾ ചെറിയ പിള്ളേർക്ക്, ഇപ്പം ഞാൻ കണ്ടിരിക്കുന്നത് ചെറിയ പെൺപിള്ളേരെ വരെ കരാട്ടെ, കളരി ഇങ്ങനെയുള്ള പരിപാടികൾ പഠിപ്പിക്കുന്നുണ്ട്, ബാഡ്മിന്റൺ പഠിപ്പിക്കുന്നുണ്ട്, ഫുട്ബോൾ, വോളിബോൾ, ക്രിക്കറ്റ് ഇതിലേക്ക് ഫോക്കസ് ചെയ്യിക്കുന്നുണ്ട്. ഓക്കെ, ആൺപിള്ളേർ ഇത് തന്നെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള സ്കില്ലുകൾ, വയലിൻ അല്ലെങ്കിൽ മ്യൂസിക് ആയിട്ട് റിലേറ്റഡ് ആയ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ പാഷൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വിടുമ്പോൾ ഫിസിക്കലി അവർ ഫിറ്റായി വരുന്ന സമയത്ത് അവരുടെ ബ്രെയിൻ കുറച്ചും കൂടി ഒരു സ്റ്റേൺ ആയിട്ട് ഡിസിഷൻ എടുക്കാൻ അവർക്ക് സാധിക്കും. അവർക്കൊരു സാധനം വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടാന്ന് തന്നെ തീരുമാനിക്കാനും അവരുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ അവർക്ക് സാധിക്കും. ഇങ്ങനെയുള്ള അത്യാവശ്യം ഇങ്ങനെയുള്ള ഈ ഞാൻ മനസ്സിലാക്കിയത് ജിമ്മ്, കളരി, ഇങ്ങനെയുള്ള യോഗ, ഇങ്ങനെയുള്ള പിള്ളേർ, ഈ സ്പോർട്സിലൊക്കെ നല്ല നല്ല തിളങ്ങി നിൽക്കുന്ന പിള്ളേരൊക്കെ പിന്നീട് ഈ ഒരു ലഹരിയിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിലും അവർ പിന്നീട് തിരിച്ച് അവരുടെ ലൈഫിലേക്ക് തിരിച്ചു വരാറുണ്ട്. കാര്യം അവർ വൺസ് ആ ലൈഫിന്റെ സുഖം അറിഞ്ഞ ആൾക്കാരാണ്, അല്ലെങ്കിൽ അവരുടെ ബ്രെയിൻ ഓൾറെഡി ആ ഒരു സിസ്റ്റത്തിൽ പ്ലേസ് ചെയ്തപ്പെട്ടതാണ്. ഒരു ഡിസിഷൻ, സ്റ്റേൺ ആയിട്ടൊരു ഡിസിഷൻ ഇങ്ങനെ എടുക്കാം, ഉറച്ച തീരുമാനങ്ങൾ എടുത്ത് പിൻവലിക്കുക, തൻ്റെ കാര്യങ്ങൾക്ക് ഡെവലപ്മെന്റ്സിന് വേണ്ടി എന്തൊക്കെ ചെയ്യാന്നുള്ളത് അവരുടെ ബ്രെയിൻ ഓൾറെഡി പ്രാക്ടീസ് ആയതുകൊണ്ട് അങ്ങനെയുള്ള പിള്ളേർ പോയാലും തിരിച്ച് ലൈഫിലേക്ക് തിരിച്ചു വരും. ഇതൊന്നുമില്ലാത്ത പല പിള്ളേരുമാണ് ഇതിനകത്ത് പോയി ചാടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ എസ്പെഷ്യലി ഇപ്പോൾ ലേഡീസിനെയൊക്കെ ഇതിനകത്ത് കരിയർ ആക്കുന്നുണ്ട്. ഇവരൊന്നും അറിയാണ്ടാണ് ഇവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. മറിച്ച് ഇതിനെപ്പറ്റി ചിന്തിക്കാനുള്ള ഒരു സ്പേസ്, ഒരു സമയം വരുമ്പോൾ ഓൾറെഡി ഇവരുടെ ബ്രെയിനിലേക്ക് ഇതിൻ്റെതായിട്ടുള്ള എല്ലാ പോയിസൺസും കയറിയിട്ടുണ്ടാവും. അതിൽ നിന്ന് പിന്മാറൽ നടക്കത്തില്ല. പിന്നെ പെണ്ണുങ്ങൾ ഇങ്ങനെയുള്ള ആണുങ്ങളുടെ അടുത്ത് പോയി വീഴുന്നതിന്റെ വേറൊരു സംഭവമുണ്ട്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം നിങ്ങൾക്കറിയാമല്ലോ, ഈ സംഭവം എന്ന് പറഞ്ഞാൽ സ്റ്റിമുലേഷനാണ്. സിഗരറ്റ് വലി അല്ലെങ്കിൽ കഞ്ചാവ് വലി അല്ലെങ്കിൽ ഏത് കാര്യം, ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ആൾക്കാരെ പോലും സംസാരിക്കുന്നത് അല്ലെങ്കിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. കാര്യം അവരുടെ ബ്രെയിൻ സ്റ്റിമുലേറ്റ് ആവുകയാണ്, അവരുടെ ചിന്തകളുടെ വലിപ്പം കൂടുകയാണ്, അവർ ചിന്തിക്കുന്ന തലം വേറെ ആവുകയാണ്. നമ്മൾ സാധാരണ പറയുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കില്ല സംസാരിക്കുന്നത്. കാര്യം ഈ ഒരു കാര്യം ഇത് അടിച്ചു കഴിയുമ്പോൾ ഇതിനെപ്പറ്റി പ്രൊമോട്ട് ചെയ്യണമല്ല, ഇത് നമുക്കറിയാവുന്നതുകൊണ്ടാണ്. അതിൽ തന്നെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ തന്നെ നമ്മുടെ ബ്രെയിൻ കുറേ നേരം ഇങ്ങനെ സ്റ്റേ ആയിട്ട് നിൽക്കും. ഇപ്പം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴെങ്കിൽ ഇപ്പം നമുക്ക് ബ്രേക്ക് പിടിക്കണമെന്നുണ്ട്, ഒരു ലഹരി ഉപയോഗിച്ച ഒരാൾ ബ്രേക്ക് പിടിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവന്റെ കയ്യോ കാലോ ആ സ്പോട്ടിൽ വർക്കാകില്ല, ഇങ്ങനെ സമയം എടുത്തത് വർക്കാവുള്ളൂ. അതുകൊണ്ടാണ് ലഹരി ഉപയോഗിക്കുന്ന മിക്ക ആൾക്കാർക്ക് ഈ പ്രശ്നങ്ങൾ കൂടുതൽ വരുന്നത്. ഇപ്പം ചെറിയ രീതിയിലല്ല, നല്ല രീതിയിൽ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ആക്സിഡന്റ് കൂടുന്നതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് അവർക്ക് ചിലപ്പോൾ ബ്രേക്ക് പിടിക്കണമെന്നുണ്ടാവും, പക്ഷെ ആ ഇൻഫർമേഷൻ അവരുടെ ബ്രെയിനിൽ നിന്ന് കയ്യിലേക്ക് എത്തി വരുമ്പോൾ അതിൻ്റെതായ ഡിലേ വരും. ഡിലേ ആണ് ഈ സംഭവം, ഈ ലഹരിയാണ് അതിന്റെ ഡിലേ വരുന്നത്. അതിനകത്ത് കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ വേറെ ഉണ്ട്. അതിനകത്ത് എങ്ങനെയാണ് അതിന്റെ പാത്തോളജി എന്നൊക്കെ പറഞ്ഞത് വേറെ ടോപ്പിക്കാണ്, നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ഈ സംഭവം നടക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല, ഇപ്പൊ ഇതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ സംസാര രീതി എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരിക്കും. അപ്പൊ ഈ ലെവലിൽ സംസാരിക്കുമ്പോൾ പെൺകുട്ടികൾ വിചാരിക്കുന്നത്, ചേട്ടൻ എന്തു ലെവലിലുള്ള മനുഷ്യനാണ്, ഏതോ ലെവലാണ്, ഈ ചേട്ടൻ തന്നെ എനിക്ക് മതി, ഇത്രയും നോളജ് ഉള്ള ഒരു ചേട്ടൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മുടെ നടൻ ശ്രീനിവാസൻ ഒരിക്കലും ഒരു കാര്യം പറഞ്ഞു, ഭാവന വളരാനായിട്ട് സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരുണ്ട്, എഴുതാൻ വേണ്ടിയിട്ട്. അതായത് സ്റ്റിമുലേഷൻ കിട്ടുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റും. ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എഴുതാനോ അഭിനയിക്കാനോ പറ്റുമെന്ന് വിചാരിക്കണ ഒരു റോങ് ജനറേഷൻ ഉണ്ട്. അപ്പൊ അതിനെപ്പറ്റി ശ്രീനിവാസൻ ഒരിക്കലും കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന ശ്രീനിവാസൻ തന്നെ ലഹരി ഉപയോഗിച്ചിട്ട് എഴുതുന്ന ഒരാളാണെന്ന് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൻ്റെതായ ഗുണങ്ങളും ഉണ്ട്, അതിൻ്റെതായ ദോഷങ്ങളും വേറെ രീതിക്കുണ്ട്. പിന്നെ ഒരു ലഹരി ഉപയോഗിച്ചുകൊണ്ട് മാത്രം ഒരാൾക്ക് എഴുതാൻ പറ്റണമെന്നില്ല. അതൊക്കെ ഒരു നാച്ചുറലായിട്ട് സംഭവിക്കേണ്ട ഒരു പ്രോസസ്സാണ്. അപ്പൊ അതങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ എനിക്കിത് കൺക്ലൂഡ് ചെയ്ത് പറയാനുള്ള ഇത്രേ ഉള്ളൂ. ചെറിയ പ്രായത്തിലൊക്കെയുള്ള പിള്ളേർ ഇതിനകത്തേക്ക് പോകാണ്ടിരിക്കാനായിട്ട് പിള്ളേരുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ പോലെ സ്പോർട്സ് ആക്ടിവിറ്റീസ് അവരുടെ കൂട്ടി അവർ ആ ഒരു രീതിയിലേക്ക് മെന്റലി പവർഫുൾ ആക്കി എടുക്കുക. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു കാര്യം കുറച്ചും കൂടി ലോജിക്കായിട്ട് തിരിച്ചറിയാനും തെറ്റ് ശരി എന്താണെന്ന് സ്റ്റേൺ ആയിട്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടാന്ന് തീരുമാനം എടുക്കാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് പിള്ളേർ വളരും.
അത് ഇവർക്ക് ഒത്തിരി ഗുണം ചെയ്യും. ഇൻ കേസ് ഇന്നല്ലെങ്കിൽ നാളെ അതിനകത്തേക്കൊക്കെ തെറ്റായ രീതിയിൽ പോയാലോ തിരിച്ചു വരാനുള്ള ഒരു കപ്പാസിറ്റി, ഒരു ബേസും കൂടിയാണ് ഈ സ്കിൽ ഡെവലപ്മെന്റ്, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ, ജിമ്മ്, യോഗ, കരാട്ടെ, കളരി, സ്പോർട്സ് ഇതൊക്കെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിക്ക് ഇതിനകത്ത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം, ഒരു കാര്യം നമ്മൾ എടുക്കുന്നതിന് മുന്നേ തന്നെ ഒരാളോട് ഓക്കെ പറയണതിന് മുന്നേ പല പ്രാവശ്യം ആലോചിക്കുക, സമയം എടുത്ത് വേണം ആലോചിക്കാൻ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നു, അത് സംസാരിച്ചു, നമ്മുടേതായ താക്കോൽ എപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ താക്കോലോ പെട്ടിയുടെ താക്കോലോ മൊബൈലിൻ്റെ താക്കോലല്ല, നമ്മുടെ മനസ്സിൻ്റെ താക്കോൽ, നമ്മുടെ നിയന്ത്രണത്തിൻ്റെ താക്കോൽ നമ്മുടെ കയ്യിൽ തന്നെ വേണം. അത് നിങ്ങൾ പാരൻസിനും കൊടുക്കണമെന്നൊന്നുമില്ല, നിങ്ങൾ എഫിഷ്യൻ്റ് ആണെങ്കിൽ പാരൻസിനും കൊടുക്കണമെന്നില്ല. ആ താക്കോൽ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതിനകത്ത് നടക്കുന്ന ഒരു കാര്യം, ചില ആളുകൾ ചില പിള്ളേരെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ 1-2 കാര്യങ്ങൾ സംസാരിച്ചു, പിന്നെ അവരുടെ മേലേക്ക് നമ്മൾ താക്കോൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രീതികൾ അല്ല നമ്മളെ നിയന്ത്രിക്കാനുള്ള ഒരു അവകാശം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഡെയിലി മെസ്സേജ് അയക്കേണ്ടി വരും. ഒരു ദിവസം മെസ്സേജ് അയച്ചില്ലേ, എന്താണ് നീ മെസ്സേജ് അയക്കാത്തത്, എവിടെ പോയി? അവിടെ നിന്ന് നിങ്ങൾ ഒരിക്കലും ആ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ, ഫസ്റ്റ് ആ തുടക്കുമ്പോൾ തന്നെ ഇതൊക്കെ ഒഴിവാക്കി വിട്ടേക്കുക, അല്ലെങ്കിൽ ഈ സാഹചര്യം ക്രിയേറ്റ് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, ഇപ്പം ഈ സാഹചര്യം ക്രിയേറ്റ് ചെയ്യാണ്ടിരിക്കുകയാണ് എപ്പോഴും നല്ലത്. ഇൻ കേസ് അതിലേക്ക് പോയാൽ പോലും ആ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ, 10 സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ ആ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ അത് അവിടെ ബ്രേക്ക് ചെയ്തോളുക. ഓക്കെ, അല്ലെങ്കിൽ ഇതെന്നാ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസസീവ്നെസ് എന്ന് പറയുന്ന സാധനമുണ്ട്. പൊസസീവ്നെസ്, ഇപ്പോൾ എനിക്കൊരാളെ ഇഷ്ടമാണെങ്കിൽ അയാൾ ചിലപ്പോൾ നാച്ചുറലായിട്ടൊരു ഫ്രണ്ട്ഷിപ്പിൽ തുടങ്ങിയതാണ്, പിന്നെ ഈ സമയത്ത് നീ അവിടെ പോയി, എന്തുകൊണ്ട് വിളിച്ചില്ല, അവിടെ എക്സ്ക്യൂസ് പറയാൻ നിൽക്കരുത്, എനിക്ക് അയ്യോ ഞാൻ പറയാൻ വിട്ടുപോയതാണ്, ഇങ്ങനെയുള്ള എക്സ്ക്യൂസ് അല്ല, അത് നമ്മുടെ പേഴ്സണലായിട്ട് കാര്യമാണ്. ഓക്കെ, ആ രീതിക്ക് തന്നെ ബ്രേക്ക് ചെയ്ത് ശീലിക്കണം. അല്ലെങ്കിൽ ഇന്നത്തെ പൊസസീവ്നെസ് നാളെ ഇതിൻ്റെ അപ്പുറമാവും. പിന്നെ അത് പുള്ളിക്ക് ഈ പറയുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കുറച്ചും കൂടി മെന്റലി സിക്കാവും. ഇതൊരു അഡിക്ഷനായിട്ട് മാറും, ഒരു മെന്റൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറും, ഒരു ഭ്രാന്തിലേക്ക് തന്നെ മാറുമെന്ന് തന്നെ പറയാം. അത് ആ പൊസസീവ്നെസ് കൂടി അയാളുടെ ഉറക്കം പോവും, ഉറക്കമില്ലായ്മ വരുമ്പോൾ വേറെയും കാര്യങ്ങൾ പോവും, ലഹരി ഉപയോഗിക്കാൻ തുടങ്ങും. ഓൾറെഡി ലഹരി ഉപയോഗിച്ച ആളാണെങ്കിൽ അതിന് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകും. നമ്മളെ ഫിസിക്കലായിട്ട് നമ്മുടെ കത്തി വെച്ച് കുത്താനും ആസിഡ് ഒഴിക്കാനും ഇതിനൊക്കെ സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കീ ഇട്ട് കൊടുക്കാണ്ടിരിക്കുക, ഒരു ചൂണ്ട ഇട്ട് കൊടുക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ ആ ഇടുന്ന ചൂണ്ടയിൽ നിങ്ങൾ പിടിക്കാണ്ടിരിക്കുക. ഓക്കെ, പിടിച്ചു കഴിഞ്ഞാൽ തീർന്നു, പിന്നെ നമ്മുടെ നിയന്ത്രണം അവരുടെ കയ്യിലാണ്. ഒരിക്കലും നമ്മുടെ നിയന്ത്രണത്തിൻ്റെ കീ നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കണം. എങ്കിലും ഒരു പരിധിവരെയൊക്കെ ഞാൻ പറയണത് ഒരു 100-ൽ 20% ഇതിനകത്ത് സേഫ് ആയിട്ട് നിൽക്കാം. മറ്റേതാകുമ്പോൾ 100-ൽ 70% നമ്മുടെ സേഫ് സോൺ, നമ്മുടെ സേഫ്റ്റി പോയി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഇതിനകത്ത് സൈക്കാട്രി വർക്ക് ചെയ്യണമുണ്ടും എനിക്ക് അല്ലാണ്ട് കുറേ ഒബ്സർവേഷൻ സ്കില്ലൊക്കെ ഞാൻ ചെറുപ്പത്തിലെ തന്നെ ഡെവലപ്പ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങളിൽ നിന്ന് അസസ് ചെയ്ത് സ്വന്തമായിട്ട് പഠിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹെൽത്ത് പരമായിട്ടോ അല്ലാണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരാളെ സംസാരിക്കുമ്പോൾ, ഒരാളുടെ രീതികൾ കാണുമ്പോൾ, ഒരാളുടെ ടൈപ്പിംഗ് കാണുമ്പോൾ, അയാളുടെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ, അയാളുടെ കണ്ണുകളിലെ ചലനങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം ഇയാൾ എന്താണ് സംഭവം, നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ നമുക്ക് ഒരാളുടെ മുഖത്ത് നോക്കി തന്നെ നമുക്കറിയാം ഇയാൾ ഏത് ലെവലാണ് ചിന്തിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് അങ്ങനെ പെട്ടെന്ന് ഒരാൾക്ക് വന്ന് വെച്ചും നമ്മുടെ മേലെ ഭരിക്കാൻ പറ്റാറില്ല. അത് എൻ്റെ പ്രായത്തിന് താഴെയുള്ളവരായാലും പ്രായത്തിന് മേലെയുള്ളവരായാലും, കാര്യം അവർ ചിന്തിക്കുന്നതിന് മുന്നേ നമ്മൾ അവരെ പറ്റി ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഒബ്സർവേഷൻ സ്കില്ലുള്ളതുകൊണ്ട് തന്നെ ഒരാളെ കാണുമ്പോഴേ അറിയാം, ദൂരത്തുനിന്ന് വരുമ്പോഴേ നമുക്ക് ഒരാളെ എനിക്ക് അസസ് ചെയ്യാൻ പറ്റാറുണ്ട്. ഇപ്പം നമ്മളിവിടെ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമ്മൾ നടന്നു പോകുമ്പോൾ എനിക്കറിയാം ഒരാൾക്കാർ നടന്നു വരുന്ന ലാംഗ്വേജ്, അയാൾ അടുത്തെത്തുമ്പോൾ നമ്മുടെ എന്തെങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ടോ ഒന്നുപോലും നമുക്ക് ധാരണയുണ്ട്. ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, അപ്പോൾ ഇങ്ങനെയും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് മേലെ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയെങ്കിലേ ഉള്ളൂ, നമ്മൾ അത്രത്തോളം മെന്റലി അപ്പായിട്ട് നിന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഇന്നത്തെ കാലത്ത് നമുക്കൊന്ന് ജീവിച്ചു തന്നെ പോകാൻ പറ്റുള്ളൂ. കാര്യം അത്രത്തോളം പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അത്രത്തോളം ഈ വലവീശി നിൽക്കുന്ന ഒരു വേൾഡാണ് നിലവിൽ. എപ്പോൾ വേണേലും എന്ത് വേണേലും കുരുക്കിലേക്ക് നമ്മൾ ചെന്ന് പെടാം, അല്ലെങ്കിൽ നമ്മളെ പെടുത്താം. അത് നമ്മൾ നിൽക്കുന്ന ചുറ്റുപാടുകൾ എങ്ങനെയാണ്, നമ്മുടെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്, നമ്മുടെ മൈൻഡ് പവർ എങ്ങനെയാണ്, നമ്മുടെ നോളജ് എങ്ങനെയാണ്. എല്ലാ ദിവസവും ഓരോ വാർത്തകൾ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് സ്ത്രീകൾ പൊതുവെ, പെൺകുട്ടികൾ പൊതുവെ അങ്ങനെ വാർത്തകളൊന്നും അങ്ങനെ എല്ലാം കേൾക്കാൻ താല്പര്യമില്ലാത്തതാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് വേണമെന്ന് വെച്ചാലും വേണ്ടെന്ന് വെച്ചാലും നമ്മൾ അറിവുപോലും അറിയാണ്ട് ഒത്തിരി വാർത്തകൾ നമ്മൾ അറിഞ്ഞു പോകും, ഓട്ടോമാറ്റിക് നമ്മുടെ ചെവിയിലേക്ക് എത്തും. കാര്യം ഞാനത് പറയാൻ കാര്യം, ഞാനിപ്പോൾ ഞാൻ അറിയുന്ന ഓരോ വാർത്തകൾ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ പെണ്ണുങ്ങളുമായിട്ടോ അല്ലെങ്കിൽ ആണുങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ എല്ലാ ആൾക്കാരും ഇതിനെപ്പറ്റിയൊക്കെ എല്ലാ ന്യൂസുകളും എല്ലാവരും അറിയുന്നുണ്ട്. കാര്യം അത്രയും സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ഓരോ മീഡിയാസ്, ഓരോ വാർത്തകൾ. അപ്പോൾ എല്ലാത്തിനെ പറ്റി അറിയുന്നുണ്ട്. അതേപോലെ അറിവുകൾ കൂട്ടുക, ഓരോ എക്സ്പീരിയൻസിൽ നിന്നും ഇന്നത്തെ ഈ വാർത്തകളിൽ നിന്നും നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് അതിനകത്ത് നിന്ന്. ഓക്കെ, അതെന്തുകൊണ്ട് അങ്ങനെ ആ കുട്ടി മരിച്ചു, ആ കുട്ടി മരിക്കാനുള്ള സാഹചര്യങ്ങൾ എന്തായിരുന്നു, അതിന് മുന്നേ എന്തൊക്കെയാണ് അവിടെ നടന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇത് പാരൻസ് മനസ്സിലാക്കി ഈ കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ തന്നെ ഡിസ്കസ് ചെയ്യുക. ഇത് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അപ്പോൾ ഇതിൻ്റെ റോങ് സൈഡ് മാത്രം എപ്പോഴും ചിന്തിക്കരുത്. എപ്പോഴും നമ്മൾ ഏത് കാര്യത്തിനും ഡിസ്കസ് ചെയ്യുക, നോളജ് കൂട്ടുക, അറിവ് കൂട്ടുക. ഏത് കാര്യത്തിനെ പറ്റി അറിവ് കൂട്ടുക, ഹെൽത്തിനെ പറ്റി, അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റത്തെ പറ്റി, നമ്മൾ നിൽക്കുന്ന ചുറ്റുപാടുകളെ പറ്റി,
അവിടെ ഉപയോഗിക്കപ്പെടുന്ന എത്ര 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 ലഹരികൾ ഇവിടെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്, ഏതൊക്കെ ടൈപ്പാണ്, ഏതൊക്കെ ലഹരി പോലീസ് പിടിക്കുന്നുണ്ട്, ഇതൊക്കെ ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതുമായിട്ടുള്ള വാർത്തകൾ എത്രയോ വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ മെന്റൽ സ്റ്റെബിലിറ്റി എങ്ങനെ ബാധിക്കും, നമ്മുടെ ലൈഫിനെ എങ്ങനെ ബാധിക്കും, നമ്മുടെ ലക്ഷ്യത്തെ എങ്ങനെ ബാധിക്കും, നമ്മുടെ ലൈഫ് എത്രത്തോളം ഡാമിലേക്ക് പോകും. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഫാമിലിയിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഫാമിലിയിൽ തുറന്ന് ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യുകയാണ് ഇതിനകത്ത് ഏറ്റവും നല്ലൊരു മാർഗ്ഗമായിട്ട് എനിക്ക് തോന്നിയത്. പാരൻസുമായിട്ടിരുന്ന് എല്ലാ ദിവസവും നിങ്ങൾ വീട്ടിൽ അവൈലബിൾ ആണെങ്കിൽ അന്ന് നടക്കുന്ന സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നടക്കുന്ന ഒത്തിരി കാര്യങ്ങൾ പുതിയ എത്രയോ വാർത്തകൾ വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഗ്യാസ് പൊട്ടിത്തെറിച്ച് അല്ലെങ്കിൽ എ സിയിൽ നിന്നും അതിൻ്റെ ലീക്കേജ് വന്ന് ബാഡ് സ്മോക്ക് വന്ന് അത് ശ്വാസകോശം അടഞ്ഞ് ആളുടെ ഡെത്ത് ആയതൊക്കെ അതും ഒരു നോളജ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ വാർത്തകളും നിങ്ങൾ മാത്രം അറിഞ്ഞാൽ പോരാ, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ്, വീട്ടിലാണെങ്കിൽ വീട്ടിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഉൾപ്പെടുന്ന മക്കൾ ഫാമിലിയൊക്കെ ഉൾപ്പെടുന്ന സർക്കിളിൽ എല്ലാ ന്യൂസുകളും ഷെയർ ചെയ്യുക. അതിൻ്റെതായിട്ടുള്ള അപ്പോൾ പിള്ളേർക്ക് അതിനെപ്പറ്റി കാര്യം, അല്ലെങ്കിൽ പിള്ളേർ വേറെ തലത്തിലേക്ക് ഇങ്ങനെ മൈൻഡ്, ഇപ്പം എന്താ പറഞ്ഞാൽ നമ്മൾ ഓർമ്മ അങ്ങനെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലല്ല. കാര്യം എല്ലാം നമ്മൾ കണ്ടാണ് ഒരു കാര്യങ്ങൾ അസസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരാളെ ഓർക്കുന്നത് പോലും അയാളുടെ സ്റ്റാറ്റസ് കാണുമ്പോഴാണ്, അയാളുടെ വാട്സപ്പോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് കാണുമ്പോഴാണ് ഇങ്ങനെ ഒരാളുണ്ടല്ലോ, അപ്പോൾ ഒന്ന് വിളിച്ചേക്കാം, എന്താണ് വിശേഷം എന്ന് ചോദിക്കാം. അങ്ങനെയാണ്. അത് നമ്മുടെ കാഴ്ചയിലാണ് കൂടുതൽ കാര്യങ്ങൾ നിൽക്കുന്നത്. മെമ്മറി എന്ന് പറയുന്നത് കുറഞ്ഞിട്ടിരിക്കുകയാണ്. നമ്മളൊരു കാര്യം ഓർത്ത് വെക്കാനുള്ള മെമ്മറീസ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം യൂസ് ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് നമ്മുടെ മെമ്മറി അതിന്റെ ഷാർപ്നെസ് വരുള്ളൂ. ഏത് കാര്യം അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ വീട്ടിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിലൊരു പരിധിവരെ ഒരു നല്ല രീതിക്ക് ഒരു ഫാമിലിനെ ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. നോളജിന്റെ വലിപ്പം കൂട്ടുക, നോളജിന്റെ ഉറവിടങ്ങൾ തന്നെ കൂട്ടുക എല്ലാ കാര്യത്തിലും. അപ്പൊ ഇതൊരു നല്ല മാർഗ്ഗമാണ്. പിന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒത്തിരി പീഡനങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെ അതിന്റെ വലയിൽ പോയി ചാടി വീഴുന്ന ഒത്തിരി പെണ്ണുങ്ങളുണ്ട്. അപ്പൊ അത് പെണ്ണുങ്ങളുണ്ട് ആണുങ്ങളുണ്ട് കേട്ടോ. അപ്പൊ ഇതിനെപ്പറ്റി ഒരു പറയാനുള്ളത്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നത് ഇതൊരു ധൈര്യത്തിൽ അങ്ങോട്ട് ഇറങ്ങി ചെയ്യുന്ന കാര്യങ്ങളാണ് എല്ലാവരും. ഓക്കെ, ചില ആൾക്കാർ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന ആൾക്കാരെക്കാളും എത്രയോ സ്കില്ലുള്ള ആൾക്കാർ, സംസാരിക്കാൻ അറിയുന്ന ആൾക്കാർ എത്രയോ മേഖലകളിൽ ഇരിപ്പുണ്ട്. അവരവരുടെ ജോലി വിട്ട് അതിനെ ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ലൈഫ് ഇഷ്ടമില്ലാത്തതുകൊണ്ടോ അപ്പോൾ അതിനകത്ത് വേണ്ടി മെനക്കെടേണ്ട ഒത്തിരി കാര്യങ്ങളുള്ളതുകൊണ്ടൊക്കെയാണ് ഇവരാരും ഇതിനകത്തേക്ക് ഇറങ്ങാത്തത്. അല്ലാണ്ട് നമ്മൾ ഈ കാണുന്ന സോഷ്യൽ മീഡിയ ഇവരാണ് എല്ലാം എന്ന് വിചാരിക്കരുത്. ഇതൊന്നും അല്ല സംഭവം. അല്ലാണ്ടൊക്കെ എത്രയോ ആൾക്കാരുണ്ട്. ഇപ്പം നമ്മളും വീഡിയോസ് ചെയ്യുന്നതാണ്. നമ്മൾ ഒരിക്കലും എവിടെ അവകാശവാദം പറയാറില്ല. കാര്യം നമ്മൾ വലിയ റീച്ചൊന്നുമില്ല, അതൊക്കെയാണ്. എങ്കിൽ പോലും ഞാൻ പറയുകയാണ്, ഇത് വലിയ സംഭവമൊന്നുമല്ല. ഈ യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വീഡിയോ, ഇൻസ്റ്റാഗ്രാം വീഡിയോ നമ്മൾ കുറേ റീച്ച് ഉണ്ടാക്കുക, ഇത് നമ്മൾ വിചാരിക്കുന്നത് നമ്മളെന്താ വലിയ സംഭവമാണെന്നുള്ളതാണ്. അപ്പൊ അതൊരു സംഭവമല്ല. അത് പെൺകുട്ടികളാണ് ഇതൊക്കെ വിചാരിക്കുന്നത്, ഇയാളെന്താ വലിയ സംഭവമാണ്. ശരിക്കും അവരുടെ ഒരു ധൈര്യം, അല്ലെങ്കിൽ അവർക്ക് വേറെ സ്കോപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ എന്താ പറയുക, ഇങ്ങനെയുള്ള അവരുടെ സ്കില്ലുകൾ എന്തിനും ഇറങ്ങിത്തിരിക്കാനുള്ള ധൈര്യം എന്നൊക്കെ പറയുന്നത് അതൊരു സംഭവം തന്നെയാണ്. അതിന്റെ ബേസിൽ ചില ആൾക്കാർ ക്ലിക്കാവുന്നു, വൈറലാവുന്നു, കയറി പോകുന്നു എന്ന് വെച്ച് അയാളാണ് ഏറ്റവും വലുത് എന്ന് വിചാരിക്കരുത്. അങ്ങനെ വിചാരിക്കുന്ന ഒത്തിരി ആൾക്കാർ വെറുതെ കൊണ്ട് തലവെച്ച് കൊടുത്ത് അവിടെയും പീഡനങ്ങൾ നടക്കുന്നുണ്ട്, അവിടെയും ചൂഷണം ചെയ്യപ്പെടുന്ന നടക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഒരു തിരിച്ചറിവാണ്. ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. ചിലപ്പോൾ ഇതിനേക്കാളും കാര്യങ്ങൾ സാധ്യതകളുള്ളത് നിങ്ങൾക്കറിയാം. നിങ്ങൾ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി കഴിയുമ്പോഴാണ് ഇത്രയ്ക്ക് ഉള്ളെന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, അത് കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി ഹെൽപ്പുകൾ വേറെ പല കാര്യത്തിലും കിട്ടുന്നുണ്ട്. നമ്മുടെ സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് പല കാര്യത്തിലും. അതുകൊണ്ടാണ് പല വീഡിയോസിനും പല രീതിക്കും മാർക്കറ്റ് ചെയ്യുക. ഓരോ സമയത്തും നമ്മൾ ഇഷ്ടപ്പെടുന്ന വീഡിയോ ഒക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഏകദേശം ലഞ്ച് ടൈം ഒരു 10, 11, 12 മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെയൊക്കെ മൊബൈലിൽ നമ്മൾ ഉള്ളിൽ ചിലപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നത് ഫുഡിൻ്റെ ആയിട്ടുള്ള വ്ളോഗ് വീഡിയോസ് ഒക്കെ ആയിരിക്കും. ആ സമയത്ത് വയറിങ്ങനെ വിശന്ന് വരുന്ന സമയത്ത് അങ്ങനെയുണ്ട്. നമ്മൾ കിടക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ചിലപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നത്, കേൾക്കാൻ ആഗ്രഹിക്കുന്നത് പാട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ട വലിയ രഹസ്യങ്ങൾ, സീക്രട്ടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോ സമയത്തും നമ്മുടെ മൈൻഡ് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഓരോ കണ്ടന്റുകൾ ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയുടെ സപ്പോർട്ട് ഒത്തിരി ഉണ്ട്. ഇപ്പോൾ യൂട്യൂബ് ഒത്തിരി കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അവർ പറയുന്ന ഫോർമാറ്റിലാണ് നമ്മളൊരു വീഡിയോ ചെയ്യണമെങ്കിൽ അവർ തന്നെ സപ്പോർട്ട് ചെയ്യും നമ്മൾ പല കാര്യങ്ങളിലും. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഒരാളുടെ കഴിവുകൊണ്ട് മാത്രമൊന്നും അല്ല ഒരാളിവിടെ റീച്ച് ആയിക്കൊണ്ടിരിക്കുന്നത്, ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ ചില ആൾക്കാർക്ക് അതിനെപ്പറ്റി ബോധമില്ലാത്തതുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് കാണുമ്പോൾ വലിയ സംഭവമാണെന്ന് പറഞ്ഞാൽ അവരുടെ പുറകെ ഓടുന്നത്. ഇതൊന്നും ഒരു സംഭവം അല്ല, നിങ്ങൾ മനസ്സിലായി. ഈവൻ സിനിമാ നടന്മാർ പോലും ഒന്നും അല്ല എന്നുള്ളത് ഇന്നത്തെ കാലത്ത് മനസ്സിലാക്കിയിരിക്കുകയാണ്. കാര്യം എന്ന് പറയുന്നത്, സിനിമയിൽ അഭിനയിക്കണേക്കാൾ എത്രയോ സ്കില്ലുള്ള, എത്രയോ ആക്ടിങ് സ്കില്ലുള്ള ആൾക്കാർ പുറത്ത് എത്രയോ വീഡിയോസ് ചെയ്യുന്നത്, എത്ര കണ്ടന്റുകളാണ് അവർ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പൊ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നില്ല, എനിക്കെന്നല്ല ഒത്തിരി ആൾക്കാർക്ക് അതിനേക്കാളും കഴിവുള്ള എത്രയും പേരോട് അഭിനയിക്കുന്നുണ്ട്. സത്യമല്ലേ അത്? അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു, സിനിമാടന്മാരൊക്കെ ഇത്രയൊക്കെ ഉള്ളെന്നുള്ളൊരു ധാരണ മനസ്സിലായോ? അത് തന്നെയാണ്. എത്രയോ സ്ക്രിപ്റ്റുകൾ എഴുതപ്പെടുന്നുണ്ട് ഇവിടെ. അപ്പൊ അങ്ങനെ അപ്പൊ ഇതിനകത്തൊരു ധാരണ വേണം. ഓക്കെ, അവർ ഇൻഫ്ലുവൻസേഴ്സാണ്, അവരുടെ നല്ല കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അവർ എന്തൊക്കെയോ കാണിച്ചുകൊണ്ട് വലിയ സംഭവമാണെന്ന് വിചാരിച്ചാൽ അതിന്റെ പുറകെ ഓടാണ്ടിരിക്കുക. ഇത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാത്തിനും നമ്മൾക്ക് നമ്മുടെ റെസ്പെക്ട് വേണം, നമ്മുടെ ഒരു സ്റ്റേൺ ഒരു ക്യാരക്ടർ വേണം, നമ്മുടെ സ്റ്റെബിലിറ്റി വേണം. നമുക്കൊരു മൂഡ് ഓഫ് വരുമ്പോൾ
പോയി ഒരാളുടെ അടുത്ത് തലവെച്ച് കൊടുക്കണേക്കാളും നല്ലത് ആ സമയത്ത് നിങ്ങൾക്ക് പുസ്തകങ്ങൾ വായിക്കാം, നിങ്ങൾക്ക് ഗാർഡനിങ് ചെയ്യാം, അല്ലെങ്കിൽ സ്പോർട്സ് ഞാനൊക്കെ ചെയ്യുന്ന പോലെ സ്പോർട്സ് ചെയ്യാം. ഇതൊന്നും ഇല്ലെങ്കിൽ ആണുങ്ങളൊക്കെ ആണെങ്കിൽ ഒരു വീടൊക്കെ മേടിച്ചടിക്കുകയൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥലങ്ങൾ പോയി കാണാം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെ മൈൻഡിനെ നമ്മൾ വേറെ രീതിക്ക് നമുക്ക് നമ്മുടെ ഡെവലപ്മെന്റ്സിന് വേണ്ടി ഇപ്പോൾ എന്തെങ്കിലും കോഴ്സുകൾ പഠിക്കാം. ഞാൻ കോഴ്സ് പഠിക്കുന്ന ഒരാളാണ്. എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ ഞാനിപ്പോൾ തന്നെ എത്രയോ കോഴ്സുകൾ പഠിച്ചു. എനിക്കതൊരു ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. നോളജ് കൂട്ടുക എന്ന് പറഞ്ഞത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആ സമയങ്ങളിൽ പല കാര്യങ്ങളിലേക്കും പോകാണ്ട്, അല്ലെങ്കിൽ കുറേ ഡ്രഗ്സ് അടിച്ച് അതിൻ്റെ പുറകെ നടക്കാണ്ട്, എനിക്ക് നമ്മുടെ പേഴ്സണലായിട്ട് നമ്മുടെ ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ്സിന് എൻ്റെതായ ഡെവലപ്മെന്റ്സിന് വേണ്ടി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഞാൻ അങ്ങനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഞാനവിടെ യോഗ പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ നേഴ്സിംഗ് ജോലി ചെയ്യുന്നുണ്ട്, അല്ലാണ്ട് സോഷ്യൽ വീഡിയോസ് ചെയ്യുന്നുണ്ട്, അല്ലാണ്ട് ഞാൻ ഇത് നമ്മുടെ ഷെയർ മാർക്കറ്റ് അതിന് കോഴ്സ് പഠിച്ചിട്ടുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കോഴ്സ് പഠിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പഠിക്കാനുള്ള ന്യൂട്രീഷൻ്റെ ഒരു കോഴ്സ് എടുക്കണമെന്നുണ്ട്. അപ്പം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് നമുക്ക് നമ്മുടെ, അതായത് നമ്മളെന്നും ഒരാൾക്കും ഒരു കാര്യത്തിലും സ്വാധീനിക്കാൻ പറ്റിയില്ല. ഒരാൾ വന്ന് നീ ചെയ്തു തരാം അത് ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ നടക്കില്ല. കാര്യം നമുക്കറിയാം നമ്മൾ ആരാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവന്നെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ലൈഫ് പിടിച്ച് കയറി പോകാൻ പറ്റും. ഞാൻ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ പറഞ്ഞു, റാൻഡമായിട്ടാണ് പറഞ്ഞത്. അത് ഇത് കാര്യങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സംഭവങ്ങൾ. നിങ്ങൾക്ക് ബാക്കി എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് കമൻറ്റ് ചെയ്ത് ചോദിക്കണമെങ്കിൽ ചോദിക്കാം. എനിക്കറിയാവുന്ന ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരാം. എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. കാര്യം നമ്മുടെ എക്സ്പീരിയൻസ് അങ്ങനെയാണ്. ഞാൻ അത്രത്തോളം ഈ ഡിപ്പാർട്ട്മെന്റിലൊക്കെ വർക്ക് ചെയ്ത് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ അത്രത്തോളം എൻ്റെ സ്വന്തമായിട്ടുള്ള എക്സ്പെരിമെന്റ് ഞാൻ നടത്തിയിട്ടുണ്ട് പല കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും. സംശയമുള്ള ആൾക്കാർ ചോദിച്ചാൽ മതി. ഏതായാലും ഒന്നും അറിയാണ്ട് ഫേക്ക് വേൾഡിൽ പോയിട്ട് ഒന്നും അറിയാണ്ട് പെട്ടെന്ന് പോയി തലവെക്കണേക്കാളും നല്ലത് ഏത് കാര്യത്തിനും ഒന്നുകൂടി ആലോചിച്ച് തീരുമാനം എടുക്കുക. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ ഡിസ്കസ് ചെയ്യുക. ഏത് കാര്യം ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട പാരൻസ് ആയാലും ചേട്ടനായാലും അനിയനായാലും കൂട്ടുകാരായാലും ഡിസ്കസ് ചെയ്യുക. അല്ലെങ്കിൽ അതിനെപ്പറ്റിയൊക്കെ അറിയണം. ഇതൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ യൂട്യൂബ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പല കാര്യങ്ങളിലെയും നോളജ് കിട്ടും. ഈ പല കാര്യങ്ങളും വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഒരാളെ ജഡ്ജ് ചെയ്യാനും പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് വിശ്വാസം. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. ഓക്കെ, ബൈ.